ദീനീ പ്രവർത്തനങ്ങളിലും മറ്റു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഒത്തുകൂടിയ ഒരു യാത്രയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം മറ്റു പല ആസ്വാദനങ്ങളും മറ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറ്റു പല സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കാറുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ, ഓരോ സ്ഥലത്തിന്റെയും ചരിത്രം കേൾക്കുമ്പോൾ ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വരാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ യാത്ര നമ്മൾ ആരംഭം കുറിക്കുന്നത് മക്കയിലെ ജബലു സൗറിന്റെ താഴ്വരയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ ഒന്ന് നിർത്തി, അങ്ങനെയാണ് പതിവ്. അവിടെ നിർത്തി ഇറങ്ങിയിട്ട് സൗറ് മലയിലേക്ക് നോക്കും. ആ സൗറ് മലയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ആദ്യമായിട്ട് ആ മലയിൽ കയറിയിട്ട് 3 ദിവസം സൗർ ഗുഹയിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മല, ആ ഗുഹ നിലകൊള്ളുന്ന ഭാഗം നമ്മൾ താഴെ നിന്ന് നോക്കി കണ്ടതിന്റെ ചരിത്രം ഒരല്പം മനസ്സിലാക്കിയിട്ട് കുറഞ്ഞ വാക്കുകളിലുള്ള പ്രാർത്ഥനയും നടത്തിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരും. അത് വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന അറഫയിൽ. അറഫ എന്ന് പറയുമ്പോ നമ്മുടെ പൂർവ്വപിതാവ്, നമ്മുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ചരിത്രം മുതൽ തുടങ്ങുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഹജ്ജിന്റെ കർമ്മങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഹവ്വാ ബീവിയെ ആദം നബി അലൈഹിസ്സലാം ആദ്യമായി ഭൂമിയിൽ നിന്നും കണ്ടുമുട്ടിയ ജബലുർ റഹ്മ നിലകൊള്ളുന്ന ആ അറഫയിലൂടെയാണ് രണ്ടാമത് നമ്മൾ യാത്ര തിരിക്കുന്നത്. അവിടെ എത്രലക്ഷം ആളുകൾ സംഗമിച്ചാലും ഒരു ഉമ്മയുടെ ഗർഭാശയം കുട്ടികൾക്ക്, ആ ഗർഭസ്ഥ ശിശുവിന് എത്രമാത്രം വിശാലമായി കൊണ്ടേയിരിക്കുന്നു, അതുപോലെ അറഫ ഹാജിമാർക്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കുമെന്ന് പറയുന്ന ആ അറഫയിലൂടെയാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ യാത്ര ചെയ്യുമ്പോ മസ്ജിദുൻ നമിറയുണ്ട്. അറഫ പ്രസംഗം നടക്കുന്ന ഹജ്ജിന്റെ 9 അറഫ പ്രസംഗം നടക്കുന്ന മസ്ജിദുൻ നമിറ, അതിലെ നമ്മൾ യാത്ര ചെയ്യുമ്പോ ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തീകരിക്കുന്ന സമ്പത്തും ആരോഗ്യവും യാത്രാ സൗകര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പൂർത്തീകരിക്കുന്ന